ഫ്രണ്ട്സ്, ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഞ്ചാമത്തെ യൂണിറ്റ് മീഡിയ മാറ്റേഴ്സ്. അതിൽ ഒന്നാമത്തെ പാഠം ടീംസ് ടു ടോയ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതില് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. മുഴുവൻ വർക്കുകളും നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാഠത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വൈ വാസ് ഹർ മദർ സർപ്രൈസ്ഡ് വെൻ ഗ്രേസ് ആസ്ക്ഡ് ഫോർ എ മോൺസ്റ്റർ ഹൈഡോൾ എന്നാണ്. എന്തുകൊണ്ടാണ് ഗ്രേസിന്റെ മദർ സർപ്രൈസ് ആയത്? അവളൊരു മോൺസ്റ്റർ ഹൈഡോൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ആൻസർ, ഗ്രേസ് മദർ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് Grace had not previously shown any interest in monster high dolls or mentioned them before. എന്തായിരുന്നു കാരണം? മദർ സർപ്രൈസ് ചെയ്യാനുള്ള കാരണം, ഗ്രേസ് പ്രീവിയസ്ലി മുൻപൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഷോൺ എനി ഇൻട്രസ്റ്റ്, ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മോൺസ്റ്റർ ഹൈഡോളിനുള്ള ഒരു താല്പര്യം അവള് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ മെൻഷൻ ദം ബിഫോർ, മുൻപൊരിക്കലും അത് സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം, do you think it necessary for parents to help their children make good consumer choice without relying only on advertisement or why എന്നുള്ളതാണ്. ഡു യു തിങ്ക്, നിങ്ങൾ കരുതുന്നുണ്ടോ പാരൻസ് ചിൽഡ്രൻസിനെ സഹായിക്കണമെന്ന്? നല്ലൊരു കൺസ്യൂമർ ചോയ്സ്, അതായത് നല്ല ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കുട്ടികളെ പാരൻസ് സഹായിക്കേണ്ടതുണ്ടോ? എന്തിന്റെ സഹായമില്ലാതെ? അഡ്വർടൈസ്മെന്റിന്റെ, പരസ്യത്തിന്റെ സഹായമില്ലാതെ. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ആൻസർ, യെസ്, ശരിയാണ്. ഇറ്റ് ഈസ് നെസസറി, ഇത് അത്യാവശ്യമാണ്. അഡ്വർടൈസ്മെന്റ് ഓഫൻ പ്രിയോറിറ്റൈസ് പ്രോഫിറ്റ് ഓവർ വെൽ ബീയിങ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ അഡ്വർടൈസ്മെന്റ് പലപ്പോഴും പ്രിയോറിറ്റൈസ്, മുൻഗണന നൽകുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്, അവർക്ക് ലാഭം ഉണ്ടാക്കാനാണ്, അല്ലാതെ വെൽ ബീയിങ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ നന്നാവണമെന്ന് കരുതിയിട്ടല്ല. പ്രൊമോട്ടിംഗ് പ്രോഡക്ട്സ് that may not always be useful or appropriate. അപ്പൊ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോഡക്റ്റ് വാങ്ങാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആവട്ടെ, കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആവണം എന്നൊന്നും കരുതിയിട്ടല്ല. Parents should teach their children how to differentiate between needs and wants. അപ്പൊ പാരൻസ് ആണ് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്? ടീച്ച് ചെയ്യേണ്ടത്. എന്താണ് ആവശ്യം, അല്ലെ? നീഡും വാണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്, കുട്ടികളുടെ ഉള്ളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തണം, വിമർശനാത്മക ചിന്ത വളർത്തണം, ഏത് ശരി തെറ്റെന്ന് തിരഞ്ഞെടുക്കാനുള്ള ചിന്താഗതി വളർത്തണം. ആൻഡ് അബൌട്ട് ദ അഡ്വർടൈസിങ് മെസ്സേജ്. അപ്പോൾ ഒരു പരസ്യം കാണുമ്പോൾ ഇതിൽ എത്ര ശരിയുണ്ട്, എത്ര യാഥാർത്ഥ്യമുണ്ട്, ഇതിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ അവർക്ക് എന്നൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ കുട്ടികളെ ചിന്തിപ്പിക്കാൻ എന്ത് ചെയ്യണം? കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരാണ്? പാരൻസ് ആണ്. അപ്പൊ പാരൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? നല്ലൊരു കൺസ്യൂമർ ചോയ്സ് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. തേർഡ്, മൂന്നാമത്തെ ചോദ്യമായി വരുന്നത്, അഡ്വർടൈസ്മെന്റ് ഹെൽപ്സ് കൺസ്യൂമേഴ്സ് ഡെവലപ്പ് എ പോസിറ്റീവ് വാല്യൂ, ഡു യു എഗ്രി എന്നാണ്. പരസ്യങ്ങൾ ഉപഭോക്താക്കൾക്കുള്ളിൽ, കൺസ്യൂമേഴ്സിന്റെ ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ, നല്ല മൂല്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. പരസ്യങ്ങൾ ഉപഭോക്താക്കളുടെ ഉള്ളിൽ, വാങ്ങുന്ന ആളുകളുടെ ഉള്ളിൽ നല്ല മൂല്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ നോക്കാം, നോ എന്നാണ്. ഒരിക്കലും ഇല്ല എന്നാണ്. നോട്ട് എൻറ്റയർലി, തീർത്തും ഇല്ല. While some advertisement promote positive message like sustainability or health, many other exploit insecurities, encourage materialism and create unrealistic standard. എന്തൊക്കെയാണ്? സം അഡ്വർടൈസ്മെന്റ്, ചില പരസ്യങ്ങൾ പ്രൊമോട്ട് പോസിറ്റീവ് മെസ്സേജ്, നല്ല ഗുണകരമായ സന്ദേശങ്ങൾ പ്രൊമോട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അതായത് ഹെൽത്ത്, ആരോഗ്യം നിലനിർത്തുന്നതിനെ, അതിജീവനത്തെക്കുറിച്ച്, സുസ്ഥിരതയെക്കുറിച്ച്, സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, മെനി അതേഴ്സ്, മറ്റു പല പരസ്യങ്ങളും എക്സ്പ്ലോയിറ്റ് ഇൻസെക്യൂരിറ്റി ആണ്, അല്ലെ? എക്സ്പ്ലോയിറ്റ് എന്താണ്? ചൂഷണം ചെയ്യാണ്, അല്ലെ? ഇൻസെക്യൂരിറ്റി, എൻകറേജ് മെറ്റീരിയലിസം,
എന്ന് പറഞ്ഞാൽ എന്താ, ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൂടുതൽ വാങ്ങിക്കാനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ക്രിയേറ്റ് അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ്, യാഥാർത്ഥ്യമല്ലാത്തൊരു നിലവാരം സമൂഹത്തിൽ ഉണ്ടാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അല്ല, ആളുകൾക്കിടയിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുക, അപകർഷതാബോധം സൃഷ്ടിക്കുകയൊക്കെയാണ് പലപ്പോഴും പരസ്യങ്ങൾ ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് നീഡ് ടു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്, ഉപഭോക്താക്കൾ എന്ത് ചെയ്യണം, വിമർശനാത്മകമായിട്ട് അതിനെ എന്ത് ചെയ്യണം, മൂല്യനിർണ്ണയം ചെയ്യണം. ദ വാല്യൂസ് ബീങ് പ്രൊമോട്ടഡ്, അങ്ങനെ മൂല്യമുള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യണം, അത് പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് യാതൊരു മൂല്യവും പങ്കുവെക്കാത്തതാണെങ്കിൽ അവയെ എന്ത് ചെയ്യണം, നമ്മൾ തള്ളിക്കളയുകയും ചെയ്യണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം, സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഓൺ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ ചിൽഡ്രൻ. കുട്ടികളുടെ മുകളിൽ അല്ലെങ്കിൽ കുട്ടികളെ പരസ്യങ്ങൾ സ്വാധീനിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറയാനാണ്. ഹൗ ക്യാൻ വി അനലൈസ് ആഡ്സ് ആൻഡ് മേക്ക് സ്മാർട്ട് ചോയ്സ്? നമുക്ക് ഈ പരസ്യങ്ങളെ എങ്ങനെ വിലയിരുത്താം, അല്ലെങ്കിൽ നല്ല ചോയ്സ്, നല്ല തെരഞ്ഞെടുപ്പിന് നമ്മളെ എങ്ങനെ തയ്യാറാവണം എന്നൊക്കെയാണ് ചോദ്യം. ഉത്തരം നോക്കാം. അഡ്വർടൈസ്മെന്റ് ക്യാൻ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ ബൈ ഷേപ്പിംഗ് ദെയർ ഡിസയേഴ്സ് ആൻഡ് പെർസെപ്ഷൻ. തീർച്ചയായിട്ടും പരസ്യങ്ങൾ കുട്ടികളെ വളരെയധികം ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? അവരുടെ ഡിസയർ, അവരുടെ ആഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും, ഡിസയറുകൾ ഷേപ്പ് ചെയ്യുന്നതിനും, പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടുകൾ നിർമ്മിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും ഒക്കെ പരസ്യങ്ങൾ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ടു അനലൈസ് ആഡ്സ്, അപ്പോൾ പരസ്യങ്ങൾ കണ്ടിട്ടാണ് പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഓരോ സാധനങ്ങൾ വാങ്ങാനും വേണമെന്ന് വാശി പിടിക്കുന്നു ഒക്കെ, അല്ലെ? ടു അനലൈസ് ആഡ്സ് ആൻഡ് മേക്ക് സ്മാർട്ട് ചോയ്സ്, പാരന്റ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് ടീച്ച് ചിൽഡ്രൻ ടു ക്വസ്റ്റ്യൻ ദ ഇന്റൻഷൻ ബിഹൈൻഡ് ആഡ്സ്. അപ്പോൾ ഈ പരസ്യങ്ങളെ അനലൈസ് ചെയ്യാനും അതുപോലെ സ്മാർട്ട് ചോയ്സും നല്ലത് തിരഞ്ഞെടുക്കാനും ഒക്കെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം. അവർ ടു ക്വസ്റ്റ്യൻ ദ ഇന്റൻഷൻ ബിഹൈൻഡ് ആഡ്, ഈ പരസ്യങ്ങൾക്ക് പിറകിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് കുട്ടികൾ സ്വയം ചിന്തിച്ച് കണ്ടെത്തണം. റെക്കഗ്നൈസ് പെർസീവ് ടെക്നിക്സ്, അല്ലെ? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മളെ സ്വാധീനിക്കാൻ പരസ്യക്കാർ ചെയ്യുന്ന സാങ്കേതിക വിദ്യകൾ എന്താണ്, ഇത് ഞങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ആൻഡ് പ്രിയോറിറ്റൈസ് പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ നെസസിറ്റി. ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താവണം, നെസസിറ്റി, അല്ലെ? അത്യാവശ്യം, ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾക്ക് ഇത് ഗുണമുണ്ട്, ഇത് ഉണ്ടെങ്കിലേ പറ്റൂ, അല്ല, അങ്ങനെയുള്ള വസ്തുതയിലേക്ക് കുട്ടികൾ എത്തിച്ചേരണം. ആൻഡ് വാല്യൂ റാദർ ദാൻ ഹൈപ്പ് എന്ന്. അപ്പൊ പരസ്യത്തിൽ കാണിക്കുന്ന ആ തള്ളലുണ്ടല്ലോ, പരസ്യത്തിൽ കൊടുക്കുന്ന ഹൈപ്പ്, അല്ലെ? അത് കണ്ടിട്ട് ഇത് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിട്ട് വാങ്ങുകയല്ല. പകരം ഇത് നല്ലതാണ്, ഇതുകൊണ്ട് ഗുണമുണ്ട്, ഇത് വാങ്ങി എനിക്ക് ഉപകാരപ്പെടും എന്ന ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് മാറണം എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത്, അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡു ആഡ്സ് അഫക്റ്റ് യുവർ ഷോപ്പിംഗ് പ്രിഫറൻസ്? അപ്പൊ നമ്മളൊരു സാധനം ഷോപ്പ് ചെയ്യുമ്പോൾ, വാങ്ങിക്കുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ പരസ്യം നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം. Ads can influence preference by creating awareness about the product, associating them with a desirable quality like happiness or success. അപ്പൊ പരസ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും സ്വാധീനിക്കുന്നത് പ്രിഫറൻസ് കൊടുക്കാൻ, മുൻഗണന കൊടുക്കാൻ ഉൽപ്പന്നങ്ങൾ. കാരണം ആ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള അവയർനെസ്, അല്ലെ, തിരിച്ചറിവ്, ബോധം നമുക്ക് ഉണ്ടാക്കുന്നത് ആ പരസ്യമാണ്, അല്ലെ? നമുക്കത് വാങ്ങിയാൽ നമ്മൾ സക്സസ്ഫുൾ ആവും, ഹാപ്പി ആവും എന്ന ബോധം നമുക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? പരസ്യങ്ങളാണ്. However, relying solely on ads may lead to impulsive unnecessary purchase. എന്നാൽ പരസ്യം മാത്രം കണ്ട് പരസ്യത്തിന്റെ മാത്രം സ്വാധീനത്തിൽ നമ്മൾ അത് വാങ്ങുകയാണെങ്കിൽ പലപ്പോഴും ആ സാധനം എന്തായിരിക്കും, അൺനെസസറി, ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ എന്ത് ചെയ്യായിരിക്കും, വാങ്ങുന്നത് തുല്യമായിരിക്കും. നമ്മളത് വാങ്ങിക്കൊണ്ടിരിക്കും, നമുക്ക് അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല, ഗുണമൊന്നും ഉണ്ടാവില്ല. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് അഡ്വർടൈസേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ് ബിയേഴ്സ് ഇൻ മൈൻഡ് വൈൽ പ്രൊമോട്ടിംഗ് പ്രോഡക്റ്റ്? ഒരു ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അല്ലെ, ഒരു ഉൽപ്പന്നം ജനങ്ങളെ വാങ്ങിക്കാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരസ്യ നിർമ്മാതാക്കളും അതുപോലെ സെലിബ്രിറ്റീസ്, അതിൽ അഭിനയിക്കുന്ന താരങ്ങളും ഉണ്ടല്ലോ, സ്പോർട്സ് താരങ്ങളോ സിനിമാ താരങ്ങളൊക്കെ ആയിരിക്കും. അവരൊക്കെ, അല്ലെ, എന്താണ് മനസ്സിൽ കരുതേണ്ടത്, അവരൊക്കെ എങ്ങനെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അഡ്വർടൈസേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ് ഷുഡ് എൻഷുർ ദാറ്റ് the product they endorse are safe, ethical, beneficial for their target audience. അപ്പോൾ പരസ്യ നിർമ്മാതാക്കളും അതുപോലെ അതിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റീസ് ഒക്കെ മനസ്സിൽ എന്ത് ഉറപ്പുവരുത്തണം, ഈ ഉൽപ്പന്നം
വാങ്ങുന്നവർക്ക് സേഫ് സുരക്ഷിതത്വം ഉള്ളതാണ് എന്നും എത്തിക്കൽ അല്ലെ എത്തിക്സിന് നിരക്കുന്നതാണെന്നും അവർക്ക് ബെനിഫിഷ്യൽ അവർക്ക് ഉപയോഗമുള്ളതാണെന്നും ഒക്കെ അവർ മനസ്സിലാക്കിയിട്ട് വേണം അവരെന്ത് ചെയ്യാന് ഈ ഒരു പരസ്യം ചെയ്യാൻ. They should avoid promoting unrealistic standards or harmful product that could negatively impact consumers. ഉപഭോക്താക്കൾക്ക് മോശമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒരിക്കലും അവരെന്ത് ചെയ്യരുത്, പ്രൊമോട്ട് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നും അവരെന്ത് ചെയ്യരുത്, പ്രൊമോട്ട് ചെയ്യരുത്. എസ്പെഷ്യലി ദ യങ് വൺ അല്ലെ, പ്രത്യേകിച്ചും യൂത്തിന്. 7th question. Does cradle to grave marketing have long term consequences? Discuss എന്നാണ്. അപ്പൊ cradle to grave എന്ന് പറഞ്ഞാൽ എന്താ, ജനനം മുതൽ മരണം വരെ എന്നാണ് അല്ലെ. അപ്പൊ ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്ന ഈ ലോങ് ടേം ഈ പരസ്യത്തിന്റെ ഇത്തരം മാർക്കറ്റിങ്ങിന്റെ കോൺസിക്വൻസസ് എന്താണ്, പരിണിത ഫലങ്ങൾ എന്താണ് എന്നാണ്. യെസ് ഇറ്റ് ഡസ് എന്നാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്ക് എന്തുണ്ട്, മാർക്കറ്റിങ്ങിന് തീർച്ചയായിട്ടും കോൺസിക്വൻസ് ഉണ്ട്. ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് ലൈഫ് ലോങ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന്. അപ്പൊ ജനനം മുതൽ മരണം വരെ എന്നുള്ള മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്തുണ്ടാക്കും, ജീവിതകാലം ഉടനീളം എന്തുണ്ടാക്കും, ഒരു ബ്രാൻഡിനോട് ഒരു പ്രത്യേക ഉൽപ്പന്നത്തോട് നമുക്ക് കൂടുതൽ അടിമത്തം ഉണ്ടാക്കും എന്നാണ്. പൊട്ടൻഷ്യലി ലിമിറ്റിംഗ് കൺസ്യൂമർ ചോയ്സ് അല്ലെ, ഉപഭോക്താവിന്റെ തിരഞ്ഞെടുക്കാനുള്ള അവസരത്തെ പലപ്പോഴും അതെന്ത് ചെയ്യും, ഇല്ലാതാക്കും. ഇറ്റ് മേ ആൾസോ ലീഡ് ടു കൾച്ചർ ഓഫ് കൺസ്യൂമറിസം. ഒരു പക്ഷേ ഉപഭോക്തൃ സംസ്കാരം കൺസ്യൂമർ കൾച്ചറിലേക്ക് നമ്മളെ നയിക്കും. എല്ലാം വാങ്ങുന്ന അല്ലെ, എല്ലാം വാങ്ങി മറ്റുള്ളവരുണ്ടാക്കുന്ന അത് റെഡിമെയ്ഡ് വാങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കും. നമ്മൾ പൊട്ടൻഷ്യൽ ഇല്ലാതെ നമ്മൾ സ്കില്ലില്ലാത്ത ആളുകളായി മാറും. വേറെ പീപ്പിൾ പ്രയോറിറ്റൈസ് മെറ്റീരിയൽ പൊസഷൻ ഓവർ എക്സ്പീരിയൻസ് ഓർ വാല്യൂ. മൂല്യങ്ങൾക്കോ എക്സ്പീരിയൻസ് അനുഭവങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതെ അല്ലെ മെറ്റീരിയൽ പൊസഷന് മാത്രം, വസ്തു അല്ലെ പണത്തിന് സമ്പാദ്യത്തിന് അതുപോലെ വസ്തുക്കൾക്ക് ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം ഉണ്ടാവും. ലോങ് ടേം എക്സ്പോഷർ ടു സച്ച് മാർക്കറ്റിംഗ് ക്യാൻ റീഇൻഫോഴ്സ് അൺഹെൽത്തി ഹാബിറ്റ് സോഷ്യൽ നോംസ് അല്ലെ, സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാനും അനാരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് വഴി തെളിയിച്ചേക്കും. 8ാമത്തെ ചോദ്യം. അഡ്വർടൈസ്മെന്റ്സ് ഇൻഫ്ലുവൻസ് അസ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ്. വലിയ അളവിൽ നമ്മളെ പരസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് വൈസ് ടു ഫോളോ ദം ബ്ലൈൻഡ്ലി? ഇവയെ അന്ധമായിട്ട് പിന്തുടരുന്നത്, പരസ്യങ്ങൾ അന്ധമായി പിന്തുടരുന്നത് ശരിയാണോ? സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ്. നോ, ഒരിക്കലും അല്ല. ഇറ്റ് ഈസ് നോട്ട് വിഷ് ടു ഫോളോ അഡ്വർടൈസ്മെന്റ് ബ്ലൈൻഡ്ലി. ഒരിക്കലും പരസ്യങ്ങളെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരരുത്. ആഡ്സ് ആർ ഡിസൈൻഡ് ടു പെർസ്യൂ അല്ലെ. എന്തിനാണ് പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്? നമ്മളെ പെർസ്യൂ ചെയ്യാനാ, നമ്മളെ സ്വാധീനിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാനാ. നോട്ട് ഇൻഫോം അല്ലെ, നമ്മളെ കാര്യം അറിയിക്കാനല്ല, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനാ. കൺസ്യൂമേഴ്സ് ഷുഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് പ്രോഡക്ട്സ്. നമ്മൾ ഉപഭോക്താക്കള് ഉൽപ്പന്നങ്ങളെ വിമർശനാത്മകമായി എന്ത് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ റിവ്യൂസ് ഒക്കെ നമ്മൾ വായിക്കണം. കൺസിഡർ ദർ നീഡ്സ് അല്ലെ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ കൺസിഡർ ദർ നീഡ്സ് ബിഫോർ മേക്കിംഗ് പർച്ചേസ്. ദെൻ 9th question. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകത്തെ അതിൻ്റെ പുറംചട്ട കണ്ട് വിലയിരുത്തരുത് എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ. ദിസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫോർ അഡ്വർടൈസ്മെന്റ്. ഇത് പരസ്യങ്ങളുടെ കാര്യത്തിൽ ഇത് സത്യമല്ലേ? പുറം ഭംഗി കണ്ടൊന്നിനെ അല്ലെങ്കിൽ പുറം ഭാഗം കണ്ടൊന്നിനെ വിലയിരുത്തരുത് എന്നാണ്. വിശദീകരിക്കുക. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യമാണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓഫ് അഡ്വർടൈസ്മെന്റ്. ആഡ്സ് ഓഫൻ പ്രസന്റ് എ പോളിഷ്ഡ് ആൻഡ് അപ്പീലിംഗ് ഇമേജ് ഓഫ് പ്രോഡക്ട്സ്. ഒരു ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പരസ്യങ്ങൾ കാണിച്ചു നൽകുള്ളൂ. എന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും, നമ്മളത് വാങ്ങിക്കാൻ നമ്മളെ സ്വാധീനിക്കും അല്ലേ. ആൻഡ് ദാറ്റ് മേ നോട്ട് റിഫ്ലക്ട് ദർ ട്രൂ ക്വാളിറ്റി ഓർ വാല്യൂ. അതിന്റെ ഗുണമേന്മയോ മൂല്യമൊന്നും നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യില്ല, പ്രസിദ്ധീകരിക്കില്ല, വെളിപ്പെടുത്തില്ല. കൺസ്യൂമർ ഷുഡ് ലുക്ക് ബിയോണ്ട് ദ സർഫേസ്. അപ്പൊ നമ്മൾ ഉപഭോക്താക്കൾ, വാങ്ങുന്ന ആളുകൾ ഉപരിതലത്തിനേക്കാൾ ആഴത്തിൽ നോക്കാനും റിസർച്ച് അല്ലെ, അന്വേഷിക്കാനും
തയ്യാറാണ്. റിസർച്ച് എ പ്രോഡക്റ്റ് ബിഫോർ ബൈയിങ്. വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആഴത്തിൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ വാങ്ങിക്കാൻ. ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ സിനിമയൊക്കെ കണ്ടില്ലേ, ചില സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ എന്താണ്, അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നല്ല നല്ല വശങ്ങൾ മാത്രം ആ ട്രെയിലറിൽ കാണിക്കുക. അപ്പോൾ അത് കണ്ട് നമ്മൾ വിചാരിക്കും അടിപൊളിയാണെന്ന് വിചാരിക്കും. പോയി കാണുമ്പോഴോ 10 പൈസയ്ക്ക് ഉണ്ടാവില്ല. സെക്കൻഡ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ, അനലൈസ് ആഡ് ജിംഗിൾസ് ഗിവൻ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ആഡ് ജിംഗിൾസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതിന് പാരലായിട്ട് നമുക്ക് കുറച്ച് ആഡ് ഉണ്ടാക്കാൻ, നമ്മളെ കുറച്ച് ടോയ്സ് ഒക്കെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആഡ് തയ്യാറാക്കാനാണ് നമ്മൾ പറയുന്നത്. താഴെ നോക്കാം എന്തൊക്കെയാണ്. 1, 2, 3. മാച്ച് ഈസ് ബ്രീസ്, യു വിൽ ഹാവ് ഫൺ, ഡു ഇറ്റ് വിത്ത് ഈസ്. സെക്കൻഡ്, ടേക്ക് യുവർ ബ്രഷ്, പെയിന്റ് യുവർ ഡ്രീംസ്, ഗീവ് യുവർ ഫാൻസി എ ബ്രില്യൻ റഷ്. തേർഡ്, strum the staring, catch the ring and let your heart take wings എന്നാണ്. Imagine you are marketing cartoon for children on the basis of your analysis of ad jingle above. Create a few of your own. അപ്പോൾ നിങ്ങളുടേത് സ്വന്തമായിട്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാനാണ് നിങ്ങൾ കാർട്ടൂൺസ് ആണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റൈമിങ് ആൻഡ് റിതമിക് ആയിരിക്കണം, ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം, ഇമോഷണൽ അപ്പീലിംഗ് ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് ആഡ് വേർഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ, സൂം ആൻഡ് പ്ലേ, ഓൾ ത്രൂ ദ ഡേ, അഡ്വെഞ്ചർ ആൻഡ് ഫൺ, ജസ്റ്റ് എ ക്ലിക്ക് അവേ. ഇത് റിതമിക് ആണ്, സിമ്പിൾ ആണ് അല്ലേ. സെക്കൻഡ്, jam, laugh and shout, hooray. Cartoon pearls are here to stay. Third, big or small, short or tall, our cartoons are loved by all. Fourth, twist and turn, watch and learn, cartoon magic at every turn. Fifth, slide into fun, watch it shine, the best cartoons all the times. അങ്ങനെ നമ്മൾ 5 ആഡ് വേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഫാസിനേറ്റഡ് ബൈ ദ ആഡ്സ്, വൺ ഓഫ് യുവർ ഫ്രണ്ട് പ്ലാൻസ് ടു ബൈ എ പ്രോഡക്റ്റ് ഫ്രം ആൻ അൺഫെമിലിയർ വെബ്സൈറ്റ്. അപ്പൊ അഡ്വർടൈസ്മെന്റ് കണ്ട് വളരെ ഫാസിനേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഫെമിലിയർ അല്ലാത്ത, പരിചിതമല്ലാത്ത ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു എന്നാണ്. You feel it your responsibility to make your friend aware of the possible dangers of such a transaction. അപ്പോൾ നമുക്ക് പരിചിതമല്ലാത്തൊരു വെബ്സൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മളെ സ്വാധീനിച്ചതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ഫ്രണ്ടിനെ അവെയർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം ഡേഞ്ചേഴ്സ് പിറകിൽ ഉണ്ടാവും എന്ന്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫ്രണ്ട്. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരത്തിലേക്ക് വരാം. ഫ്രണ്ട്, ഹായ്, ഐ ഫൗണ്ട് ദിസ് അമേസിംഗ് പ്രോഡക്റ്റ് ഓൺ ദിസ് വെബ്സൈറ്റ്. ദ പ്രൈസ് ഈസ് സോ ലോ, ഐ തിങ്ക് ഓഫ് ബൈയിങ് ഇറ്റ് റൈറ്റ് നൗ. യു, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്, ബട്ട് ആർ യു ഷുവർ ദ വെബ്സൈറ്റ് ഈസ് ട്രസ്റ്റ് വർത്തി? ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസനീയമാണ്, വിശ്വസിക്കാൻ പറ്റുമോ? ഫ്രണ്ട്, ഐ മീൻ ഇറ്റ് ലുക്സ് ഫൈൻ. They have picture and everything. Why do you ask? You, well, some unfamiliar websites can be risky. They might sell fake products, overcharges you, or even misuse your personal information. Friend, oh, I don't thought about that. But the deal is so tempting. You, I understand. But have you checked if the website is secure? Look for HTTPS or in URL and padlock symbol. Friend, I did not notice that. Is there anything else I should check? You, yes. Look for customer review or rating about the site. If there is no feedback or if the review seems
fake, it's better to avoid it. Your friend, that's a good point. What if they do not deliver the product at all? Exactly. That's another risk. It's safer to shop from well known websites or check if the unfamiliar site has reliable payment option like PayPal. Friend, wow, I did not realize there were so many things to consider. I will be more cautious now. You, good idea. It's better to be safe than regret a bad transaction later. Let me know if you need help finding a trusted website for what you are looking for. Friend, thanks. I will definitely double check before making any purchase. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ഡെയിലി അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ആഡ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ്. യങ്സ്റ്റേഴ്സിന്, യുവജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ, അതുപോലെ ചിൽഡ്രൻ, കുട്ടികൾക്കിടയിൽ എത്രത്തോളം അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ്, ദോഷകരമായ ഫലം അഡ്വർടൈസ്മെന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഡെയിലിയുടെ, ഒരു ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് കത്ത് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ ഒരു ഫോർമൽ റൈറ്റിംഗ് ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഒക്കെ നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് പഠിച്ചതാണ്. ഇവിടെ ഒരു ഫോർമൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ഫോർമൽ ലെറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. അതുപോലെ ഓരോ കണ്ടന്റുകൾ എഴുതുമ്പോഴും അതിനിടയിൽ ഒരു ലൈൻ സ്പേസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സല്യൂട്ടേഷൻ എന്നിവ, അതുപോലെ സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ഓരോ പാരഗ്രാഫിനെയും നമ്മൾ ഓരോ സ്പേസ് ഇട്ട് ഡിവൈഡ് ചെയ്ത് എഴുതേണ്ടതാണ്. നമുക്ക് ആദ്യം ഫ്രം അഡ്രസ്സിൽ നിന്ന് തുടങ്ങാം. ഒരു പേര് നമ്മൾ കൊടുക്കുന്നു, ജോൺ. അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥലം, അഡ്രസ്സ് നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ ജോൺ വില്ല എന്ന് കൊടുത്തു. സ്നോ പാർക്ക് എന്നുള്ളൊരു പ്ലേസ് കൊടുത്തു. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, 12/12/2024 എന്ന്. വീണ്ടും ഒരു സ്പേസ് ഇട്ട് ടു അഡ്രസ്സ്, നമുക്ക് ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ് ഇവിടെ വരേണ്ടത്. ടു ദി എഡിറ്റർ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, കൊച്ചി എന്ന് കൊടുത്തു. വീണ്ടും ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മൾ സബ്ജക്റ്റ് എഴുതി. എന്താണ് ടോപ്പിക്? അതാണ് സബ്ജക്റ്റ്. അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ് എന്ന ടോപ്പിക് എഴുതി. ദെൻ വൺ ലൈൻ സ്പേസ് കൊടുത്തിട്ട് നമ്മൾ സല്യൂട്ടേഷൻ കൊടുത്തു, ഡിയർ സർ ഓർ മാഡം, കോമ. വീണ്ടും വൺ ലൈൻ സ്പേസ് ഇട്ട് താഴെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതണം. നമുക്കൊരു 3 പാരഗ്രാഫ് എങ്കിലും മിനിമം എഴുതണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി, ഐ വിഷ് ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഇൻക്രീസിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് advertisement on children and youngsters, which has become a matter of concern for parents, educators and society at large. ആണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് കണ്ടന്റ് പാരഗ്രാഫ്. മോഡേൺ അഡ്വർടൈസ്മെന്റ് ആർ ഡിസൈൻഡ് ടു ബി പെർസസീവ് യൂസിംഗ് ജിംഗിൾസ്, ബ്രൈറ്റ് വിഷ്വൽസ് ആൻഡ് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ടു അട്രാക്ട് യങ് മൈൻഡ്സ്. However, these ads often promote materialism, unrealistic standards of beauty, and unhealthy lifestyle. For instance, advertisements for junk food glorify unhealthy eating habits, contributing to rise obesity rating among children. Similarly, fashion ads featuring overly idealized body images affect youngsters' self-esteem and create unnecessary insecurities. ദെൻ തേർഡ് പാരഗ്രാഫ് ആയിട്ട് മാറ്ററിന്റെ തന്നെയാണ്, ബോഡി പാരഗ്രാഫിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അനദർ ട്രബിളിംഗ് ആസ്പെക്ട്സ് ഈസ് നാഗ് ഫാക്ടേഴ്സ് എന്നാണ്. where children are influenced to the pressure their parents into buying unnecessary expensive items. ആ നാഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യാം, കുട്ടികളെ പാരൻസിനെ കമ്പൽ ചെയ്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ള. The growing trend of cradle to grave marketing exploits children as future consumers, subtly embedding brand loyalty from an early age. It is vital to address this issue by promoting media literacy,
among children and educating them about the intent behind advertisement. Parents and schools should teach youngsters to critically analyze ads rather than blindly accept their messages. Additionally, regulatory authorities must ensure that ads targeting children adhere to ethical standard. ഇനി നമ്മൾ ഈ ഫോമൽ ലെറ്ററിന് ഒരു കൺക്ലൂഷൻ കൊടുക്കുകയാണ്. ഐ ഏർജ് യു ടു ഹൈലൈറ്റ്, ഞാൻ നിങ്ങളെ ഏർജ് ചെയ്യുകയാണ് ഈ വിഷയം, ഈ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻ യുവർ ന്യൂസ് പേപ്പർ ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എൻകറേജ് റെസ്പോൺസിബിൾ അഡ്വർടൈസ്മെന്റ് പ്രാക്ടീസസ്. ടുഗെദർ we can protect the well-being and development of our children and youngsters. വീണ്ടും നമുക്കൊരു 1 ലൈൻ ഗ്യാപ്പ് കൊടുത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. യുവർ സിൻസിയർലി നെയിം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റർ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോമൽ ലെറ്റർ, പ്രത്യേകിച്ച് ലെറ്റർ ടു എഡിറ്റർ നമുക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമ്മൾ സൈബർ വേൾഡ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഡൂസും ഡോൺസും, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും എന്തൊക്കെയാണ് എന്ന് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ സൈബർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യാം, നമുക്ക് ചെയ്യാൻ, അതുപോലെ ചെയ്യാൻ പാടില്ല. ഡൂസ് ആൻഡ് ഡോൺസ് 2 കോളമായിട്ടോ അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൽ ഡൂസ് നോക്കാം, ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. Use strong and unique password for online accounts and change them regularly. അല്ല, സ്ട്രോങ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റണമെന്നും. സെക്കൻഡ്, പ്രൊട്ടക്ട് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് പ്രൈവസി ബട്ട് ബൈ നോട്ട് ഓവർ ഷെയറിങ് ഓൺ സോഷ്യൽ മീഡിയ. നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അല്ലെ, സ്വകാര്യപരമായ വിവരങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാതിരിക്കുകയാണ്. തേർഡ്, ബി കോഷ്യസ് അബൌട്ട് ദ പെർമിഷൻ യു ഗ്രാൻഡ് ടു മൊബൈൽ ആപ്സ്. മൊബൈലിൽ പുതിയ പുതിയ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ പെർമിഷൻ കൊടുക്കാറുണ്ട്, അല്ലേ? അങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫോർത്ത്, ചെക്ക് ദ ഫാക്ട്സ് ബിഫോർ ഷെയറിങ് എനി ഇൻഫർമേഷൻ ഓൺലൈൻ. ഓൺലൈനിൽ സോഷ്യൽ മെസ്സഞ്ചറുകളിലൊക്കെ നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ഫാക്റ്റ്, അത് സത്യമാണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഫിഫ്ത്ത്, യൂസ് റിലയബിൾ ആൻഡ് ഓതറൈസ്ഡ് സോഴ്സ് ടു ഡൗൺലോഡ് കണ്ടന്റ് ലൈക്ക് മ്യൂസിക്, മൂവീസ്, സോഫ്റ്റ്വെയർ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്ന് എന്ത് ചെയ്യുക, സിനിമകളും സോഫ്റ്റ്വെയറുകളും മ്യൂസിക്കുകളും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. ഒരിക്കലും ഇത് പൈറസി ആയി പോകരുത് എന്നുള്ളതാണ്. കോപ്പിറൈറ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. സിക്സ്ത്, റെസ്പെക്ട് അതേഴ്സ് പ്രൈവസി ബട്ട് നോട്ട് ഷെയറിംഗ് ദെയർ ഫോട്ടോസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് വിത്തൗട്ട് പെർമിഷൻ. മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ ഫോട്ടോസ് ഒന്നും മറ്റൊരാൾക്കും ഷെയർ ചെയ്യരുത് എന്നാണ്. സെവൻത്ത്, ഫോളോ കോപ്പിറൈറ്റ് ലോ ആൻഡ് ഗീവ് ക്രെഡിറ്റ് ടു ഒറിജിനൽ ക്രിയേറ്റേഴ്സ്. അപ്പോൾ കോപ്പിറൈറ്റ് നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായും പാലിക്കുക. ഇനി അഥവാ നമ്മൾ ആരെയും കോപ്പി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ക്രിയേറ്റേഴ്സിന് നൽകണം എന്നുള്ളതാണ്. എയ്ത്ത്, കീപ് യുവർ ഡിവൈസ് അപ്ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ആൻറ്റിവൈറസ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. നമ്മുടെ ഉപകരണം, കമ്പ്യൂട്ടർ ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുക, അതുപോലെ ആൻറ്റിവൈറസുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നയൻത്ത്, റിപ്പോർട്ട് സൈബർ ബുള്ളിയിങ്, സ്കാംസ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ ടു റെലവൻറ്റ് അതോറിറ്റീസ്. നിങ്ങൾക്ക് സൈബർ ബുള്ളിങ് അതുപോലെ സ്കാം ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ വിവരങ്ങൾ ചോർത്തപ്പെടുകയാണ്, നിങ്ങളെ ക്രാക്ക് ചെയ്യാണ്, അല്ലേ? അതുപോലെ സ്പൂഫിങ്, ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേംസ് ഉണ്ട് ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുമായി. അപ്പം അത്തരത്തിലുള്ള സൈബർ ക്രൈമുകൾ, റെലവൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആരുടെ അടുത്ത് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിർബന്ധമായി തീർച്ചയായും നമ്മളത് അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇനി ഡോൺസ് ഏതൊക്കെയാണ് നോക്കാം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ്. ഡു നോട്ട് ഷെയർ യുവർ പാസ്വേഡ് വിത്ത് എനിവൺ, ഈവൻ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരിക്കലും പാസ്വേഡ് ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. സെക്കൻഡ്, അവോയ്ഡ് പോസ്റ്റിംഗ് ഇൻസൾട്ടിങ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ് ഓൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും അനുയോജ്യമല്ലാത്ത കമന്റുകൾ, അത് മെസ്സേജുകളൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക, ആരെങ്കിലും അപമാനിക്കുന്ന രീതിയിലൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക. തേർഡ്, ഡു നോട്ട് സ്പ്രെഡ് ഫാൾസ് ഇൻഫർമേഷൻ, റൂമേഴ്സ്, ഫേക്ക് ന്യൂസ്. നമുക്ക് ഉറപ്പില്ലാത്ത വിവരങ്ങൾ, വാർത്തകൾ, അപവാദങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആർക്കും ഷെയർ ചെയ്യുകയും അതുപോലെ പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നെവർ ഹാക്ക് അക്കൗണ്ട്, മാനിപ്പുലേറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം, എൻഗേജ് എനി സൈബർ ക്രൈം.
അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്. ഒരിക്കലും ആരുടെയും അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക, ആരെയും അപമാനിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവോയ്ഡ് ഡൗൺലോഡിങ് കണ്ടന്റ് ഫ്രം അൺഓതറൈസ്ഡ് ഇല്ലീഗൽ സോഴ്സ്. നിയമപരമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ പൈറസിക്ക് ഉണ്ടാവില്ലോ അല്ലേ, അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഡു നോട്ട് സെൻഡ് സ്പാം മെസ്സേജ് ഓർ പാർട്ടിസിപ്പേറ്റ് ഫിഷിംഗ് സ്കീംസ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ, അവരുടെ വിവരങ്ങൾ ചോർത്താനുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യരുത്. നെവർ ഷെയർ പേഴ്സണൽ ഡീറ്റെയിൽ വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓർ സോഷ്യൽ മീഡിയ ഓർ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ഗെയിം കളിക്കുമ്പോഴോ അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴോ അപരിചിതരുമായിട്ട് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും ഷെയർ ചെയ്യരുത്. ഡു നോട്ട് പോസ്റ്റ് ഫോട്ടോസ് ഓർ വീഡിയോസ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ് ഫ്രം പീപ്പിൾ ഇൻവോൾവ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, ഫോട്ടോസ് വീഡിയോസ് ഒന്നും അതിലുള്ള അംഗങ്ങളുടെ അനുമതി ഇല്ലാതെ അതൊരിക്കലും പ്രദർശിപ്പിക്കരുത്. ദെൻ refrain from violating copyright law using unlicensed software or content. സോഫ്റ്റ്വെയർ ആവട്ടെ, എന്തെങ്കിലും വിവരങ്ങളാവട്ടെ, കോപ്പിറൈറ്റ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് പ്രദർശിപ്പിക്കുകയോ വിൽക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. 10th ലാസ്റ്റ് പോയിന്റ്, അവോയ്ഡ് ക്ലിക്കിംഗ് ഓൺ സസ്പീഷ്യസ് ലിങ്ക് ഓർ അറ്റാച്ച്മെന്റ് ദാറ്റ് മേ ലീഡ് ടു മെയിൽവെയർ. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലിങ്കുകളോ കണ്ടന്റുകളൊക്കെ വരുമ്പോൾ, അറ്റാച്ച്മെന്റുകളൊക്കെ വരുമ്പോൾ അതിലൊന്നും പോയി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചെന്ന് കയറരുത്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എന്ത് ചെയ്തു പോകും, ചോർത്തിപ്പോവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈബർ വേൾഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ ഒരു ക്ലാസ്സുമായി അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.